പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഗണിതശാസ്ത്രോത്സവം നാളെ വെള്ളിയാഴ്ച ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ കുട്ടികളിലൂടെ 2 ദിവസം ഈ മലയോര ഭാഗത്തേക്ക് എത്തിക്കുവാനുള്ള വലിയ പ്രായോഗിക പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് നടത്താൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ആസൂത്രണ യോഗത്തിൽ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി നമ്മുടെ സെന്റ് മേരീസ് ആണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി JMUPയും അതുപോലെ തന്നെ സെന്റ് ജോസഫ് മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ഏറ്റവും അധികം പങ്കാളിത്തമുള്ള ഏറ്റവും അധികം മത്സരാർത്ഥികൾ എന്ന് വെച്ചാൽ 136 ഐറ്റം ആണ് വർക്ക് എക്സ്പീരിയൻസിന് ഉണ്ടാവുക. ആ 136 ഐറ്റമുള്ള വർക്ക് എക്സ്പീരിയൻസും ഐടിക്ക് നമുക്ക് 7 മത്സര ഐറ്റമാണുള്ളത്. അതും സെന്റ് മേരീസിൽ വെച്ച് നടത്തും. അതുപോലെ തന്നെ ഗണിതം JMUPയിൽ വെച്ച് നടത്തും. അതോടൊപ്പം സോഷ്യൽ സയൻസ് തുടങ്ങിയിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളുടെ പ്രവർത്തന മേള നമ്മുടെ തൊട്ടടുത്ത സെന്റ് ജോസഫ് വെച്ചിട്ടാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇതുവരെയായിട്ട് എല്ലാ അധ്യാപകരും എല്ലാവരും കൂടിയിട്ട് അനധ്യാപക ജീവനക്കാരും കൂടി ചെയ്യുകയാണ്. മാനേജ്മെന്റും എല്ലാവരും സഹായിക്കുന്നുണ്ട്. 99ഓളം സ്കൂളിൽ നിന്നായി 3200-ലധികം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടതിനാൽ JMUP സ്കൂൾ, സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും പരിപാടികൾ നടക്കും. വിവിധ സ്കൂളുകളിലെ PT അംഗങ്ങൾ, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻറ് പോലീസ്, JRC അംഗങ്ങൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, ഫയർഫോഴ്സ് എന്നിവർ വോളണ്ടിയർമാരായി എത്തും. 3 സ്കൂളുകളിലേക്ക് മത്സരാർത്ഥികൾക്ക് എത്തിപ്പെടാൻ വാഹന സൗകര്യവും ഭക്ഷണവും സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, പയ്യന്നൂർ AEO ജ്യോതി ബസു, സെന്റ് മേരീസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ജസ്റ്റിൻ മാസ്റ്റർ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളായ M പ്രദീപ്, CV ബാബു, രമേശൻ കാന, KP പ്രകാശൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു.